തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇത്തവണ ത്രികോണ മത്സരമാകും. അതിന് യാതൊരു സംശയം വേണ്ട. മൂന്ന് മുന്നണികളും പ്രചാരണം ശക്തമാക്കുകയാണ്. നിലവിലെ എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിൻ്റെ പര്യടനം ഇന്ന് നെയ്യാറ്റിൻകരയിലാണ് തുടങ്ങിയത്. നെയ്യാറ്റിൻകര വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ അദ്ദേഹം സന്ദർശിക്കുകയും അവിടുത്തെ ടീച്ചർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശക്തമായി, അതായത് കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ നിലവിലെ MLA ആയ C. ദിവാകരനോ ഒരിക്കലും ജയിക്കില്ല. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനേക്കാളും വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. എന്നാലും രാഷ്ട്രീയ സാധ്യത BJP ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ശരിയല്ല എന്നീ രീതിയിലുള്ള പരാമർശങ്ങളാണ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കടക്കുകയാണ്. ആറ്റിങ്ങൽ രണ്ട് മണ്ഡലങ്ങളാണ്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തെ വികസനം പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇല്ലെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? എനിക്ക് ഉദാഹരണങ്ങൾ തരൂ. ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണമാണെങ്കിൽ എൻ്റെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് 40 വർഷമായി തടസ്സപ്പെട്ട ഒരു ബൈപ്പാസ് ഞാൻ കിഴക്കോട്ട് മുതൽ കാരോട് വരെ ഇപ്പോൾ 90% യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആറ്റിങ്ങൽ എന്താ ഉള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുമോ? നിങ്ങൾ ഉദാഹരണങ്ങൾ തന്നാൽ ഞാൻ കേൾക്കാം. പക്ഷേ എനിക്ക് എൻ്റെ അറിവിൽ തിരുവനന്തപുരത്ത് വന്ന വികസനത്തിൻ്റെ 10% കൂടി ആറ്റിങ്ങൽ കാണാൻ സാധിക്കില്ല. BJP അക്കൗണ്ട് തുറക്കുന്ന പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരം മണ്ഡലമാണ്. അതിനെ എങ്ങനെ കാണുന്നു? തീരെ യാഥാർത്ഥ്യമില്ലാത്തവരുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. കഴിഞ്ഞ തവണത്തിനും കാട്ട് ചുരുങ്ങിയ വോട്ട് അവർ പിടിക്കാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ തവണത്തിനെക്കാട്ട് കൂടുതൽ ഒരു ഭൂരിപക്ഷമായിരിക്കും എൻ്റെ. നിങ്ങൾക്കറിയണം, ജനങ്ങൾക്ക് 5 വർഷം മുമ്പ് ചിലവർ ഈ വർഗീയത വിശ്വാസികളല്ല, പക്ഷേ മോദി വിൽക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് ചിലവർ വോട്ട് ചെയ്തു BJPക്ക്. ഈ തവണ എല്ലാവരും മനസ്സിലാക്കി ഈ സ്വപ്നങ്ങളുടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നില്ല. 5 വർഷക്കാലം എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി, എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞിരിക്കുന്നത്, തൊഴിലില്ലായ്മ കൂടിയിരിക്കുന്നത്, എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് ജനങ്ങൾ ഈ സർക്കാരിന് 2ാം അവസരം കൊടുക്കുമോ കുളവാക്കാൻ? എനിക്ക് തോന്നുന്നില്ല. ശബരിമല വിഷയം ആസ്പദമാക്കിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ 3 ത്രികോണ മത്സരമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അവർക്ക് ചാൻസ് കൂടുതലുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയക്കാരൊന്നും ചിന്തിക്കണം. ശബരിമല വിഷയം അവരെതിരാണ്. കാരണം അവർ മാത്രമേ ഒന്നും ചെയ്തിട്ടില്ല വിശ്വാസികൾക്ക്. നിങ്ങൾ അവരോട് ചോദിക്കും, BJPക്കാർ, നിങ്ങൾ പറയുന്നു വിശ്വാസികളൊപ്പം നിന്നു, പക്ഷേ എങ്ങനെ നിങ്ങൾ നിന്നിരിക്കുന്നത്? ഒരു സുപ്രീം കോടതി വിധി മാറ്റാൻ ആകെ 2 വഴിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂ. എൻ്റെ അർത്ഥം കോടതി അവരുടെ സ്വന്തം അഭിപ്രായം മാറ്റണം. അതിനു വേണ്ടിയുള്ള പെറ്റീഷൻ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് അനുകൂലിക്കുന്ന പലരും കൊടുത്തിട്ടുണ്ട്, BJP കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ എന്താണ്? BJPക്ക് ഒരു നിയമം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാകും. കാരണം ഒരു വിധി മാറ്റാൻ നിയമം ഓർഡിനൻസേ ഉള്ളൂ. അവർക്ക് ഭൂരിപക്ഷം പാർലമെൻറ്റിലുണ്ട്, കൊണ്ടുവന്നു. ഈ സുപ്രീം കോടതി വിധി സെപ്റ്റംബറിൽ വന്ന ശേഷം ഡിസംബറിൽ വിൻ്റർ സെഷൻ ഉണ്ടായിരുന്നു, ജാനുവരി ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് സെഷൻ ഉണ്ടായിരുന്നു. അവർ നിയമം കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ പാർലമെൻറ്റിൽ ചോദിച്ചു, നാടിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വിശ്വാസികളുടെ വേദനയും ദുഃഖവും ഒന്ന് ആശ്വാസിക്കാൻ നിങ്ങളൊരു ആക്ഷൻ എടുക്കില്ല. അതുകൊണ്ട് പലപ്പോൾ മറുപടി പിന്നെ തന്നിട്ടേ ഇല്ല ഇതുവരെ. കാരണം അവർക്ക് പരിഹാരം വേണ്ട. അതാണ്, അവർക്ക് വിശ്വാസികളെ വെറും ഉപയോഗിക്കാനേ അറിയുള്ളൂ. വിശ്വാസികളുടെ വേദനയ്ക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല. വെറും അവർ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ബഹളമുണ്ടാക്കി, ഭക്തന്മാരെ തടസ്സിപ്പിച്ചു, കല്ലെറിഞ്ഞു, പോലീസുകാരെ ആക്രമിച്ചു, ഒരു പവിത്ര സ്ഥലത്തിനെ ഒരു രാഷ്ട്രീയ നാടക വേദിയാക്കി മാറ്റി. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശബരിമല അവരെ എതിരാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ എല്ലാവരും ചൂണ്ടിക്കാണിക്കേണ്ട അവർക്ക് മറുപടിയില്ല. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് അത് പരാജയ ഭീതി കൊണ്ടാണ്. അത് സ്മൃതി ഇറാനിയെ തോൽക്കുമെന്ന പരാജയ ഭീതി കൊണ്ടെന്നാണ് BJP ഉന്നയിക്കുന്നത്. നിങ്ങൾ BJP കുറച്ച് കൂടുതൽ കേൾക്കുന്നുവല്ലോ. ഒരു നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ഗുജറാത്തിൽ നിന്ന് പോയിട്ട് വാരാണസി 2 സ്ഥലത്ത് മത്സരിച്ചപ്പോൾ പലരും പറഞ്ഞു മോദി ഗുജറാത്തിന് ഓടിപ്പോകണമെന്ന്. ഇല്ല, അവർ പറഞ്ഞു ഇയാൾ പ്രധാനമന്ത്രിയായി കഴിവ് കാണിക്കുകയാണ് 2 സ്ഥലത്താണ്. അല്ല, അതുപോലെ നമ്മുടെ രാഹുൽ ഗാന്ധി അഥവാ ഈ തീരുമാനം എടുത്താൽ, ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല, അഥവാ ഈ തീരുമാനം എടുത്താൽ എടുക്കാനുള്ള കാരണം ഒരു സന്ദേശമാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ തയ്യാറായ കാരണം എനിക്ക് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും 2 സ്ഥലത്തിലും ഇലക്ഷൻ ജയിക്കാനുള്ള കഴിവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഇത് ചെയ്യണമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല അത് ചെയ്യണമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഭാരതം മുഴുവനാണ്. എല്ലാവരുടെയും പോയി പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ കേരളത്തിൽ വന്നാൽ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കാൻ പോകുന്നതും സ്വാഗതം പറയാൻ പോകുന്നതും ഇതാണ് കാരണം. അദ്ദേഹം ഭാരതം മുഴുവൻ കാണിച്ചു കൊടുക്കട്ടെ, ഞാൻ 2 സ്ഥലത്തും ജയിക്കും.
അവസരം ഒരു പ്രശ്നം കൂടി, അതായത് താങ്കൾക്ക് മൂന്നാമതൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടത് ഒന്നും BJP ചെയ്തില്ല. ഞാൻ ആവശ്യപ്പെട്ടു ഒരു മിനിസ്ട്രി ഓഫ് ഫിഷറീസ്. അത് അവരൊരു വാഗ്ദാനമായിരുന്നു. രാജഗോപാൽ എൻ്റെ എതിരെ മത്സരിച്ചപ്പോൾ വാഗ്ദാനം നന്നായിരുന്നു, മിനിസ്ട്രി ഓഫ് ഫിഷറീസ് കൊണ്ടുവന്നില്ല. അതിനുവേണ്ടി ഞാൻ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ 5ാമത്തെ വർഷത്തിലത്തെ ബഡ്ജറ്റിൽ അവരൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മിനിസ്ട്രി പറഞ്ഞില്ല. ഞങ്ങൾ അതിനെ യാഥാർത്ഥ്യമാക്കാതെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മിനിസ്ട്രി വരുന്നു. രണ്ടാമത് ഞാൻ മത്സ്യത്തൊഴിലാളിക്ക് ഒരു സ്പെഷ്യൽ കോസ്റ്റൽ പാക്കേജ് ആവശ്യപ്പെട്ടു. അത് ഇവർ കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ നമ്മൾ കോസ്റ്റൽ മേഖലയിൽ ജവഹർ നവോദയ വിദ്യാലയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും സ്കിൽ ഡെവലപ്മെൻറ്റ് സ്പെഷ്യൽ കോഴ്സ്. എല്ലാ മത്സ്യത്തൊഴിലാളിയുടെ മകൻ വീണ്ടും മത്സ്യത്തൊഴിലാളി ആവണമെന്ന് നിർബന്ധമില്ല. അവർക്ക് വേറെ വല്ലതും പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ്. നാലാമത്തെ പോയിൻറ്റ്, ദുരന്തം വരുമ്പോൾ രക്ഷയ്ക്ക് ഇറങ്ങാൻ വേണ്ടി അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ശരിക്കും നമ്മളുടെ രാജ്യത്തിന് അകത്ത് ടെറിറ്റോറിയൽ ആർമി ചെയ്യണ പോലെ സമുദ്രത്തിന് വേണ്ടിയിട്ട് ഒരു മറീൻ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു ചെറിയൊരു നേവി സ്ഥാപിച്ചാൽ അതിൻ്റെ അർത്ഥം അവർ പോയി ട്രെയിനിങ് എടുക്കും. പിന്നെ അവർ സാധാരണ ജോലി ചെയ്യും, മത്സ്യത്തൊഴിലാളി ഇരിക്കും. പിന്നെ അഥവാ വല്ല ദുരന്തം വന്നാൽ അവർക്ക് സർക്കാർ വിളിച്ചിട്ട് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെ ഒപ്പം ആ ട്രെയിനിങ് ഉപയോഗിച്ചിട്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സാധിക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ സാധിക്കുക. അവസാനത്തിൽ ചില കാര്യങ്ങൾ സർക്കാർ എടുത്ത തീരുമാനം ഇനി സർക്കാരിന് പിൻവലിക്കാൻ സാധിക്കും എനിക്കറിയില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് കെറോസിൻ, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് കെറോസിൻ സബ്സിഡിയും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കാനും അത് അവരിതുവരെ കിട്ടുന്നില്ല. അവർ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സർക്കാർ കാലത്ത് ഉണ്ടായിരുന്ന ഇവർ പിൻവലിച്ചു. പിന്നെ ട്രോളേഴ്സ് വാങ്ങാനും റെഫ്രിജറേഷനുള്ള വലിയ ബോട്ടുകൾ വാങ്ങാനുള്ള ഒരു സഹായവും സബ്സിഡിയും പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾ 1 2 അല്ല 8 10 ലിസ്റ്റാണ് ഞങ്ങൾ സർക്കാരിന് വീണ്ടും കൊടുത്തിരിക്കുന്നത്. പക്ഷേ സർക്കാരിന് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഈ 5 വർഷക്കാലം BJP ഒരു വലിയൊരു പെർഫോമൻസ് ചെയ്യാത്തൊരു കൃഷി മന്ത്രിക്കാണ് ഈ വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായം കിട്ടിയിട്ടില്ല. നെയ്യാറ്റിങ്കര വിശ്വഭാരതി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ വിശാവിനൊപ്പം ദിലീപ് കുമാർ.